ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ പുതിയ പരമ്പരയായ വചനമാരിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന വിഷയമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഏദൻ തോട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി വിശ്വാസം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ 1-ാമത്തെ എപ്പിസോഡിൽ ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം എന്ന വിശ്വാസം എന്നത് ദൈവിക ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ് എന്ന് നമ്മൾ ധ്യാനിച്ചു. 2-ാമത്തെ എപ്പിസോഡിൽ ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ലവ് എന്ന് നമ്മൾ ധ്യാനിച്ചു. വിശ്വാസം എന്നത് ദൈവസ്നേഹത്തിലുള്ള അടിയുറച്ച ഉറപ്പാണ് എന്ന് നമ്മൾ ധ്യാനിച്ചു. ഇന്ന് അതിൻ്റെ 3-ാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്ന ആശയം ഫെയ്ത്ത് ഈസ് ദി ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പവർ എന്നതാണ്. വിശ്വാസം ദൈവിക ശക്തിയിലുള്ള ദൃഢനിശ്ചയമാണ്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ഈ 2 എപ്പിസോഡുകളിലായി ഞാൻ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഈ പാൻഡമിക്, ഇന്ന് എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുവാനായി നമ്മൾ ഒരുപാട് മുഖാന്തരങ്ങളിലൂടെ പോംവഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാക്സിനേഷൻ്റെ ശക്തിയിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ശക്തിയിലും ഒക്കെ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാം ദൈവം നൽകുന്ന ബുദ്ധിയും വിവേകവുമാണല്ലോ. തീർച്ചയായും ദൈവം തമ്പുരാൻ ലോകത്തിന് നൽകുന്ന അനുഗ്രഹങ്ങളാണ് അവയൊക്കെ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവവിശ്വാസികളായി നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് ശോഷണം സംഭവിക്കരുത്. എന്തുകൊണ്ടെന്നാൽ വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ഉറപ്പുകൂടെയാണ്. ഫെയ്ത്ത് ഈസ് ദി ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പവർ. വീണ്ടും നമുക്ക് വിശ്വാസ വീരരുടെ ജീവിതങ്ങളിലേക്ക് നോക്കാം. അബ്രഹാമിന് ദൈവം തമ്പുരാൻ വാഗ്ദത്ത സന്തതിയെ കൊടുക്കാമെന്ന് പറഞ്ഞു. ആണ്ടുകൾ കടന്നു പോവുകയാണ്, ലഭിക്കുന്നില്ല. പല സമയവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും സംശയങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം തനിക്കും തൻ്റെ ഭാര്യയ്ക്കും പ്രായമേറുകയാണ്. മനുഷ്യബുദ്ധി വെച്ച് ചിന്തിച്ച് നോക്കിയാൽ ഇനി ഒരു സന്തതിയുടെ ഉൽപ്പാദനത്തിന് സാധ്യതയില്ലാത്ത നാളുകളിലേക്ക് നീങ്ങുകയാണ് തങ്ങളുടെ ജീവിതങ്ങൾ. അപ്പോൾ അബ്രഹാമിനൊരു സംശയം, ഇനി വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് തൻ്റെ വീട്ടിൽ തൻ്റെ ബാല്യക്കാരനായി നിന്ന് തൻ്റെ കുടുംബത്തിൻ്റെ സകലത്തിൻ്റെയും കാര്യവിചാരകനായി മാറിയ എലിയാസാറാണോ ഇനി എൻ്റെ ഒരു അവകാശിയായി ദൈവം കരുതി വച്ചിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്. ഉൽപ്പത്തി 15-ന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എലിയാസാറാണോ എൻ്റെ അവകാശിയായി നീ നിശ്ചയിച്ചിരിക്കുന്ന ആൾ? മനോഹരമാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കാൻ. ദൈവം അബ്രഹാമിനെ തൻ്റെ കൂടാരത്തിന് പുറത്ത് കൊണ്ടുവന്നു. ലോകപ്രകാരം ആശ നശിച്ച ആ പടുവൃദ്ധനോട് ദൈവം പറയുകയാണ്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ സന്തതി ഇങ്ങനെയാകും എന്നവനോട് കൽപ്പിച്ചു. ഒന്ന് ഓർക്കണം, 75-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 75-ാമത്തെ വയസ്സിൽ.
വീണ്ടും കാലങ്ങൾ കടന്നു പോവുകയാണ്. പടുവൃദ്ധരായിരിക്കുന്നു അബ്രാമും സാറായും. ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ സന്തതിയെ കിട്ടുന്നില്ല. ഒരു സംശയം പ്രകടിപ്പിച്ചു. ദൈവം ചെയ്തത് കണ്ടില്ലേ? അദ്ദേഹത്തെ കൂടാരത്തിൽ നിന്ന് വിളിച്ചിറക്കി പറയുകയാണ് ആകാശത്തേക്ക് നോക്കാൻ. ആകാശത്തേക്ക് നോക്കി, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാമോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ സന്തതി ഇതുപോലെയാകും എന്ന് ദൈവം അബ്രാമിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം മനോഹരമാണ് വായിക്കാൻ. അവൻ യഹോവയിൽ വിശ്വസിച്ചു എന്നാണത്. അവൻ യഹോവയിൽ വിശ്വസിച്ചു. എന്താ വാചകത്തിൻ്റെ അർത്ഥം? ലോകപ്രകാരം പടുവൃദ്ധരായ ദമ്പതികളായ ഞങ്ങൾക്ക് ഒരു സന്തതിയെ തരാൻ ദൈവം ശക്തനാണ് എന്ന് അബ്രാം വിശ്വസിച്ചു എന്നാണ് അതിനർത്ഥം. പൗലോസ് ഈ ഭാഗം റോമാലേഖനം 4-ാം അധ്യായത്തിൽ അതിമനോഹരമായി വിവരിച്ചിട്ടുണ്ട്. എന്ത് ഹൃദ്യമായിട്ടാണ് പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ ഇത് പ്രതിപാദിച്ചിരിക്കുക. റോമൻസ് 4:18 ഫോളോയിങ്. നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന് നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇനിയുള്ള ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഒരു ടെക്സ്റ്റിൽ നിന്ന് ഞാൻ 2-3 വാചകങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് പറയട്ടെ. അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു, അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. That is what is faith. Confidence in God's power. മനുഷ്യബുദ്ധിക്ക് ഇംപോസിബിൾ എന്ന് തോന്നുന്നത് പോസിബിൾ ആക്കാൻ ശക്തനാണ് എൻ്റെ ദൈവം എന്ന് അബ്രാം വിശ്വസിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം വിശ്വാസികളുടെ പിതാവായത്. ഈ പ്രതിസന്ധിയുടെ കാലം കഴിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ് എന്ന് ബോധ്യമുണ്ടോ? ഇവിടെയാണ് നമ്മൾ പതറുന്നത്. മൈ ഗാഡ് ഈസ് പവർഫുൾ എന്ന് ചിന്തിക്കാൻ പ്രാപ്തിയുണ്ടോ? ഈ കാലവും കടന്നു പോകും എന്നും ഇതിൻ്റെ മറുകര എത്തിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ് എന്നും നീ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നീ ഒരു വിശ്വാസിയാകുകയുള്ളൂ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 40 വർഷം മിസ്രയീമ്യ കൊട്ടാരത്തിൽ വളർന്ന മോശയെ നമുക്ക് കാണാം. അവിടെ ഉണ്ടാകുന്ന ഒരു അടിപിടി സംഭവത്തെ തുടർന്ന് ഫറവോയെ പേടിച്ച് മോശ ഓടിപ്പോവുകയാണ്. താനൊരു മിസ്രയീമിനെ കൊന്ന വിവരം നാട് മുഴുവൻ പാട്ടായി എന്ന് കേട്ടപ്പോൾ 40 വർഷം ആ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർന്ന മോശയ്ക്ക് ഫറവോയെ നന്നായി അറിയാവുന്നത് കൊണ്ട് ഫറവോയെ പേടിച്ച് നാടുവിടുകയാണ്. അങ്ങനെ അദ്ദേഹം മിദ്യാനിലെത്തുന്നു, യിത്രോവിൻ്റെ മരുമകനാവുന്നു. ഇതെല്ലാം നമുക്കറിയാം. 2-ാം അധ്യായത്തിൻ്റെ ബാക്കി എന്ന് പറയുന്നത് അവൻ മിദ്യാനിലെത്തുന്നതും
യിത്രോവിൻ്റെ മരുമകനാവുന്നതിൻ്റെയും വിശദീകരണമാണ്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹോറേബിൽ വെച്ചുണ്ടാകുന്ന ദൈവദർശനമാണ് വിവരിക്കുന്നത്. അവിടെ വെച്ച് ദൈവം മോശയോട് പറയുകയാണ്, യു ഹാവ് ടു ഗോ ബാക്ക് ടു ഈജിപ്റ്റ് ടു ഡെലിവർ മൈ പീപ്പിൾ. ഒരു മിസ്രൈമിൽ നിന്ന് ഒരു ഇസ്രായേലിനെ വിമോചിപ്പിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഈ ഒളിച്ചു കടക്കൽ. അവനോട് പറയുകയാണ്, യു ഹാവ് ടു ഗോ ബാക്ക് ടു ഡെലിവർ മൈ പീപ്പിൾ. ഒരാളെ അല്ല, ഒരു ജനതയെ വിമോചിപ്പിക്കാൻ പോകണമെന്ന്. എങ്ങനെ തിരിച്ചു വരും? ഇപ്പം 40 വയസ്സോടെ കഴിഞ്ഞു മോശയ്ക്ക്, വാർദ്ധക്യത്തിലാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഫറവോൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ വിമോചനത്തിനായി മടങ്ങി വന്ന് സംസാരിക്കുന്ന മോശയെ നമ്മൾ കാണുന്നു. മാത്രമല്ല, ആ ജനതയെ മുഴുവൻ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമില്ലായിരുന്നു എങ്കിൽ മോശ അങ്ങനെ ചെയ്യുമായിരുന്നു? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇറ്റ് വാസ് ദ കോൺഫിഡൻറ്റ് അഷ്വറൻസ്. Moses' confident assurance in God's power. അതുകൊണ്ടാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു ത്രില്ലർ സ്റ്റോറിയാണ്. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 18. ഭയങ്കരമായ ഒരു സംഭവമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വേദഭാഗമാണത്. ഇസ്രായേലിലെ രാജാവായിരുന്ന ആഹാബും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസബെല്ലും ചേർന്ന് യഹോവയുടെ നാമത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമമായിരുന്നു. പകരം ബാലാരാധനയെ ഇവിടെ കേന്ദ്രമാക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗം. ഇസ്രായേലിലെ ദൈവത്തിൻ്റെ നാമം പോലും ആ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ ആഹാബും ഇസബെല്ലും അഹോരാത്രം പണിയെടുക്കുകയാണ്. ഇസബേൽ തൻ്റെ നാട്ടിൽ നിന്ന് ബാലിൻ്റെയും അശേരായുടെയും പ്രവാചകന്മാരെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ആ വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം, ഏതാണ്ട് ബാലിൻ്റെ 450 പ്രവാചകന്മാരും അശേരായുടെ 400 പ്രവാചകന്മാരും കൊട്ടാരത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. യഹോവയുടെ ദാസന്മാരായ പ്രവാചകന്മാരെ കൊന്നൊടുക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്, നാടുകടത്തുകയാണ്. ഇതിനിടയിലാണ് ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ അഹാബ് രാജാവുമായി ഒരു മത്സരത്തിന് തയ്യാറാവുകയാണ്, ഒരു വിശ്വാസ മത്സരത്തിന് തയ്യാറാവുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഏലിയാവ് ആഹാബ് രാജാവിനോട് പറയുകയാണ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിൻ്റെ പിതൃഭവനവുമാണ്. തുടർന്ന് രാജാവിനെ വെല്ലുവിളിക്കുകയാണ് 19-ാമത്തെ വാക്യത്തിൽ. നീ നിൻ്റെ കൊട്ടാരത്തിൽ അധിവസിപ്പിച്ചിരിക്കുന്ന ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ കർമ്മേൽ പർവ്വതത്തിൽ വിളിച്ചു കൂട്ടുക. അവിടെ വച്ച് നമുക്ക് ഒരു യാഗം സംഘടിപ്പിക്കാം. നിൻ്റെ ബാലിനാണോ എൻ്റെ ദൈവമായ യഹോവയ്ക്കാണോ ശക്തി എന്ന് നമുക്ക് തിരിച്ചറിയാം. 450 ബാലിൻ്റെ പ്രവാചകന്മാരുടെയും 400 അശേര പ്രവാചകന്മാരുടെ പിൻബലത്തോടെ രാജാവ് സമ്മതിക്കുകയാണ്. സംഭവം ചുരുക്കി പറയാം. കർമ്മേൽ പർവ്വതത്തിലെത്തുന്നു. അവിടെ യാഗപീഠം പണിയുന്നു, യാഗവസ്തു ഒരുക്കി വെക്കുന്നു. ഏലിയാവ് ബാലിൻ്റെയും അശേരായുടെയും പ്രവാചകന്മാരോട് പറയുന്നു, നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ദൈവനോട് പ്രാർത്ഥിക്കുക. കണ്ടീഷൻ ഇതാണ്, പ്രാർത്ഥന കേട്ട് ദേവൻ തീ മുകളിൽ നിന്നിറക്കി യാഗവസ്തു ദഹിപ്പിച്ചു കളയണം. ഇതാണ് ടെസ്റ്റ്. നിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ടെസ്റ്റാണ്. ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാർക്ക് ആദ്യ അവസരം കൊടുത്തു. അവർ രാവിലെ മുതൽ പ്രാർത്ഥന തുടങ്ങി, ഉച്ച കഴിയുന്നതുവരെ പ്രാർത്ഥനയാണ്. അതിനിടയിൽ ഏലിയാവ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ദൈവം ഉറങ്ങുകയാണോ? നിങ്ങളുടെ ദൈവം പുറത്തു പോയിരിക്കുകയാണോ? അലറി വിളിച്ച് നോക്ക്, ഒരുപക്ഷെ അവൻ കേൾക്കുമായിരിക്കും.
എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. പരാജയപ്പെട്ട ആ പ്രവാചകന്മാർ അവസാനം ഏലിയാവിന് അവസരം കൊടുക്കുകയാണ്. ഏലിയാവ് ചെയ്യുന്ന ചില മുന്നൊരുക്കങ്ങളുണ്ട്. രാവിലെ മുതൽ ഈ യാഗപീഠത്തിലിരുന്ന യാഗവസ്തു നിർജ്ജലീകരണം സംഭവിച്ച് അതെവിടുന്നെങ്കിലും തീ വന്ന് പിടിച്ചതാണ് എന്ന് പരാതി പറയാതിരിക്കാൻ ഏലിയാവ് ചെയ്യുന്ന ടെക്നിക്സ് ഭയങ്കരമാണ്. യാഗപീഠത്തിന് ചുറ്റും അദ്ദേഹം ട്രഞ്ച് എടുക്കുന്നതായി നമുക്ക് കാണാം. എന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കാൻ പറയുകയാണ്. യാഗപീഠത്തിന് ചുറ്റും ചാലുകൾ കീറി അത് നിറയെ വെള്ളം നിറച്ചു. എന്തിനാണ്? പുറത്തുനിന്ന് തീ വന്നതാണെന്ന് പറയുന്നത്. തീർന്നില്ല, യാഗവസ്തുവിനെ വെള്ളം കൊണ്ട് നനച്ച് അഭിഷേകം ചെയ്യുകയാണ്. കാരണം ഇത് നിർജ്ജലീകരണം സംഭവിച്ച് തീ പിടിച്ചു പോയതാണെന്ന് പറയാൻ പാടില്ല. യാഗവസ്തു മുഴുവൻ നനച്ച് കുളിപ്പിച്ച് യാഗപീഠത്തിന് ചുറ്റും ചാലുകൾ കീറി വെള്ളം നിറച്ച് ഏലിയാവ് പ്രാർത്ഥിച്ചു. ഒറ്റ പ്രാർത്ഥന, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗവസ്തു ദഹിപ്പിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ശക്തിയിലുള്ള അപാരമായ കോൺഫിഡൻസാണ് ഏലിയാവിനെ ഈ 850-ലധികം കള്ളപ്രവാചകന്മാർക്ക് നേരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ ധൈര്യം കൊടുത്തത് എന്ന് മറക്കരുത്. ദൈവത്തിൻ്റെ ദാസന്മാരായ വിശ്വാസവീരന്മാരുടെ കഥകൾ നമ്മെ ബലപ്പെടുത്തേണ്ടതാണ്. തീർന്നില്ല, ഏലിയാവ് അവരെ മുഴുവൻ കൊന്നൊടുക്കുന്നതായി നമുക്ക് കാണാം. 850 ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാർക്ക് നേരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ ധൈര്യം ലഭിച്ചത് തൻ്റെ ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം കൊണ്ടാണ്. ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ദൈവജനം പുനർനിർമ്മിതിയിൽ ഏർപ്പെട്ടപ്പോൾ അവരെ എതിർത്ത സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും കഥ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെരുശലേമിൻ്റെ മതിലിൻ്റെ പുനരുദ്ധാരണത്തിന് ഒരുങ്ങിയ നെഹമ്യാവിനെയും സംഘത്തെയും എതിർത്ത സൻബല്ലത്തും തോബിയാവും. അവരോട് നെഹമ്യാവ് പറയുന്നൊരു വാചകമുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു. അവർ ഗോഡ് ഈസ് എ പവർഫുൾ ഗോഡ്. പ്രവാസകാലത്ത് ദൈവജനം അനുഭവിച്ച വിശ്വാസ പരിശോധനകളുടെ ചരിത്രമാണ് ദാനിയേലിൻ്റെ പുസ്തകം. നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണ ബിംബത്തെ വണങ്ങുവാൻ നിർബന്ധിതരാകുന്ന ഇസ്രായേലിയ ജനത. എന്നാൽ ദാനിയേലിൻ്റെ പുസ്തകം 17-18 വാക്യങ്ങൾ ആധുനിക വിശ്വാസികൾ ആവർത്തിച്ച് വായിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് ചെറുപ്പക്കാർ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. എന്തൊരു ധൈര്യമാണ്! ഞങ്ങളുടെ ദൈവം ഞങ്ങളെ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കും. ഇനി ഇല്ലെങ്കിൽ പോലും നീ നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് പറയുകയാണ് ഈ ചെറുപ്പക്കാർ. 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചൂള 7 മടങ്ങ് ചൂട് പിടിപ്പിച്ചു എന്നാണ്. അവരെ പേടിപ്പെടുത്താനായി കാണുന്ന ഏത് മനുഷ്യനും ഞെട്ടലുളവാക്കുന്ന വിധത്തിൽ ആ തീച്ചൂളയുടെ ചൂള 7 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. എന്നിട്ട് 3 പേരെയും കൈകാലുകൾ ബന്ധിച്ച് ചൂളയിലേക്ക് എടുത്തെറിയുകയാണ്. രാജാവ് നോക്കി നിൽക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഭയങ്കരമാണ്. അവരെ കൊണ്ടെറിഞ്ഞ ആളുകൾ വരെ ചാമ്പലായിപ്പോയി. എന്നാൽ തീച്ചൂളയുടെ നടുവിലേക്ക് നോക്കിയ രാജാവ് ഞെട്ടിപ്പോയി. സംഭവം ഒന്നും വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ യുവാക്കൾ ദൈവത്തോടൊത്ത് തീച്ചൂളയുടെ നടുവിൽ നൃത്തം ചെയ്തു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. മാത്രമല്ല, ഒരു പുകമണം പോലും ഇല്ലാതെ അവർ പുറത്തു വരികയും ചെയ്തു. സ്വർഗത്തിലെ ദൈവം ശക്തിയുള്ള ദൈവമാണെന്ന് ലോകത്തിന് മുമ്പിൽ, ബാബിലോണിലെ രാജാവിന് മുമ്പിൽ
തെളിയിച്ചു കൊടുത്ത വിശ്വാസ വീരരായ ചെറുപ്പക്കാരാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആ ചെറുപ്പക്കാരാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം കുറേ ആളുകളെങ്കിലും ഇന്നും പിശാചിൻ്റെ പ്രലോഭനത്തിൽപ്പെടാതെ ജീവിതത്തിൻ്റെ തീച്ചൂളകളുടെ നടുവിൽ ദൈവത്തോടൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ആരും മറക്കരുത്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ നോക്കുക. വെറും സാധാരണക്കാരെ മനുഷ്യർ, മിക്കവരും മുക്കുവന്മാർ, പാവപ്പെട്ട മനുഷ്യർ. സാധാരണ മനുഷ്യരായിരുന്നതുകൊണ്ട് അവർക്ക് ഭയവും സങ്കടമൊക്കെ ഉള്ളവരായിരുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്തും അത് കഴിഞ്ഞും യഹൂദന്മാരെ പേടിച്ച് അവർ ഒളിച്ചിരിക്കുന്നതായി വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതിന് ശേഷം ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായ ഉറപ്പ് ഉണ്ടായതോടെ അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി എന്ന് എഴുതിയിരിക്കുന്നു വിശുദ്ധ വേദപുസ്തകം. യഹൂദന്മാരെ പേടിച്ച് ഒളിച്ചിരുന്ന ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതിന് ശേഷം ആ ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണ ഉറപ്പോടെ ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറി. വേദപുസ്തകം കൃത്യമായി പറയുന്നു, ദൈവം മാത്രമാണ് ബലവാൻ. ലോകത്തിലെ ബലവാന്മാരെല്ലാം നിഷ്പ്രഭരായി പോയി എന്ന് നമുക്കറിയാം. ലോകം കണ്ട എത്രയോ ബലവാന്മാർ ഒന്നുമില്ലാതെ പോയി എന്ന് നമുക്ക് ബോധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പഠിച്ച ചരിത്ര പുസ്തകത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ലോകത്തെ കിടുകിട വിറപ്പിച്ച മനുഷ്യനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നെപ്പോളിയനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തന്നെ വായിക്കുന്ന വാചകമാണ് ലോകത്തെ കിടുകിട വിറപ്പിച്ച നെപ്പോളിയൻ. നെപ്പോളിയൻ ബോണപ്പാർട്ട് തൻ്റെ അന്ത്യനാളുകൾ സെൻറ്റ് ഹെലീന ദ്വീപിലാണ് കഴിച്ചുകൂട്ടിയത് മറക്കരുത്. ലോകത്തെ കിടുകിട വിറപ്പിച്ചവൻ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട മനുഷ്യൻ. അവിടെ കിടന്ന തൻ്റെ അന്ത്യനാളുകളിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന വാചകങ്ങളുണ്ട്. അതിൻ്റെ പല വേർഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ: ഞാനും അലക്സാണ്ടറും ഞങ്ങളുടെ സൈനിക ബലം കൊണ്ട് സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു, അവ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയി. എന്നാൽ നസറത്തിലെ തച്ചൻ സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യം സ്ഥാപിച്ചു, അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞും നിലനിൽക്കുകയാണ്. Our God is a powerful God. ഈ ലോകത്തിലെ ഏത് സാമ്രാജ്യത്തെ ശക്തികളും അവൻ്റെ മുമ്പിൽ കിടുകിട വിറയ്ക്കുന്ന സാമ്രാജ്യത്തെ ശക്തികളാണ്, മറക്കരുത്. സദ്ദാം ഹുസൈൻ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ. എന്ത് പറ്റി സദ്ദാം ഹുസൈന്? വലിയ ക്രെയിനിൽ തൂങ്ങി നിൽക്കുന്ന സദ്ദാമിൻ്റെ മൃതശരീരം നമ്മൾ കണ്ടതാണ്. കേണൽ ഗദ്ദാഫി, ഭീകരനായ ഭരണാധികാരി, കണ്ണി കണ്ടവരെ മുഴുവൻ വെടിവെച്ച് കൊന്ന മനുഷ്യൻ. എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം ഒരഴുക്ക് ചാലിൽ നിന്ന് പേപ്പട്ടിയെപ്പോലെ വലിച്ചിറക്കി ഒരു സാധാ പട്ടാളക്കാരൻ തൻ്റെ നേരെ നിറയൊഴിക്കുമ്പോൾ ആ സാധാ പട്ടാളക്കാരൻ്റെ കാലെ പിടിച്ചുകൊണ്ട് ഡോണ്ട് ഷൂട്ട് എന്ന് യാചിച്ച കേണൽ ഗദ്ദാഫിയെ നമ്മൾ കണ്ടതാണ്. എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഇരിപ്പുണ്ട്. ഒസാമ ബിൻ ലാഡൻ എവിടെ പോയി? പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ അതിമനോഹരങ്ങളായ 2 വാക്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പടുവൃദ്ധരായ ദമ്പതികൾക്ക് ഒരു മകനുണ്ടാകാൻ പോകുന്നു എന്ന് ദൈവദൂതന്മാർ പറയുമ്പോൾ അത് കേട്ട് തൻ്റെ കൂടാരത്തിൻ്റെ വാതിലിൽ ഒളിച്ചു നിന്ന് സാറായി ചിരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ബിക്കോസ് യാഹ്വേ ഈസ് ദി ഓൾമൈറ്റി ഗോഡ്. ഹി ഈസ് ദ പവർഫുൾ ഗോഡ് ആൻഡ് ഹി ഈസ് ദ ഓൺലി പവർഫുൾ ഗോഡ്. ഗോഡ് ഓൾമൈറ്റി, സർവശക്തനായ ദൈവം എന്നാണ് അവൻ്റെ പേര്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ
മറിയോട് പറയുന്നൊരു വാചകമുണ്ട്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഒരു കന്യകയായ പെൺകുട്ടിയോട് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും എന്ന് സംശയിച്ച് നിൽക്കുന്നവരോട് ലൗകികമായി ചിന്തിച്ചാൽ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത, വിവാഹിതയായിട്ടില്ലാത്ത, ഒരു പുരുഷനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പെൺകുട്ടിയോട് പറയുന്നു, നീ ഗർഭിണിയാകാൻ പോകുന്നു, നീ പ്രസവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിക്കുന്ന മറിയോട് ഗബ്രിയേൽ ദൂതൻ പറയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ബിക്കോസ് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓൾമൈറ്റി. അവൻ സർവശക്തനായ ദൈവമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 22-ാം വാക്യത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. യെശയ്യാവ് 45:22, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. ഇതൊരു വാക്യമാണ്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, ഭൂമിയുടെ എല്ലാ അതിരുകളിലും പാർക്കുന്നവരായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. 91-ാം സങ്കീർത്തനത്തിൽ ഭക്തനായ മോശ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴൽക്കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ദൈവ പൈതലിനെ കുറിച്ച്. നമ്മുടെ ദൈവം അത്യുന്നതനാണ്, സർവശക്തനാണ്. എന്തെല്ലാം ശക്തികളുണ്ടോ അതെല്ലാം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ദൈവത്തിലാണ്. നമ്മുടെ ദൈവം സർവശക്തനായ. ഡു യു ബിലീവ് ഇൻ ദാറ്റ്? എൻ്റെ ദൈവം ശക്തനാണ് എന്ന് പറയാൻ കഴിയുന്നിടത്താണ് നമ്മൾ വിശ്വാസികളാകുന്നത്. ഏത് വൈറസിനേക്കാളും, ഏത് മഹാമാരിയേക്കാളും, ഏത് പ്രതിസന്ധിയേക്കാളും എൻ്റെ ദൈവം ബലവാനാണെന്നും ശക്തനാണെന്നും എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്നും ദൈവത്താൽ സകലവും സാധ്യമെന്നും നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ പ്രത്യാശയോടെ ഈ ഭൂമി ജീവിക്കാൻ നമുക്ക് കഴിയും. ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പവർ. എൻ്റെ ദൈവം സർവശക്തനാണ്. മൈ ഗോഡ് ഈസ് ഓൾമൈറ്റി ഗോഡ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവട്ടെ. അങ്ങനെ നമുക്ക് ദൈവമക്കളായി ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പരമ്പരയോടെ അവസാനിപ്പിക്കുകയാണ്. വാട്ട് ഈസ് ഫെയ്ത്ത്? ഈ നാളുകളിൽ നമ്മെ ബലപ്പെടുത്തേണ്ട, നമ്മെ ചിന്തിപ്പിക്കേണ്ട, നമ്മെ ഒന്നുകൂടെ ധൈര്യപ്പെടുത്തേണ്ട 3 വാചകങ്ങളാണ് ഞാൻ ഈ 3 എപ്പിസോഡുകളിലായി നിങ്ങളുമായി പങ്കുവച്ചത്. ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. ദൈവിക ജ്ഞാനത്തിലുള്ള അചഞ്ചലമായ ഉറപ്പാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ലവ്. ദൈവ സ്നേഹത്തിലുള്ള അചഞ്ചലമായ ഉറപ്പാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പവർ. ദൈവത്തിൻ്റെ ശക്തിയിലുള്ള അചഞ്ചലമായ ഉറപ്പാണ് വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസ ജീവിതം നയിക്കാൻ ദൈവമേ നീ എന്നെ അനുവദിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻറ്റ് ഹിയറിംഗ്. God bless you all. Thank you very much. P.P. Thomas Sachin.